മറ്റേ ഷൈനിക അടുത്ത മോനെ പറയാം, സൂപ്പർ സ്റ്റാറാണ്. കിട്ടുന്ന പടം പക്കാ മാർക്സ് എൻ്റർടൈനർ. ശരിക്കും ഷൈനിക ആറാടിക്കുകയാണ്. വില്ലനാണ് എല്ലാം കൊണ്ടും. ഇതിലെ മെയിനായിട്ട് എടുത്തു പറയുന്നത് കാസ്റ്റിംഗ് ആണ്. കാസ്റ്റിംഗ് വേറെ ലെവൽ. ശരിക്കും ബോർഡറിൽ എന്താണ്, ബോർഡറിലെ ജനങ്ങളുടെ ജീവിതം എന്താണ് ശരിക്കും എടുത്ത് കാണിച്ച നല്ല അടിപൊളി മൂവി തന്നെ. മോശം പറയാല്ല, സൂപ്പർ. പടമായിട്ട് ചെയ്ത പരിപാടിയാണ്. ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഭയങ്കര ഷൈനികത്തിന്റെ മാസമൊക്കെ കൈയടി വീഴുന്ന ഒരുപാട് മൊമെന്റുകളുണ്ടായിരുന്നു. കറിയും നമ്മളെ കുറച്ച് ക്ലൈമാക്സിലെത്തും. അടിപൊളിയാണ്. ഭയങ്കര എക്സ്പീരിയൻസ്. പ്രകടനം എല്ലാം ആക്ഷൻസ് നന്നായിട്ടുണ്ട്. അതുപോലെ വില്ലന്മാർ വളരെ നന്നായിട്ടുണ്ട്. എല്ലാവരും നല്ല പടമാണ്. ഷൈനും ശാന്തനൊക്കെ ശരിക്കും നല്ലൊരു ബ്രേക്ക് കിട്ടുന്ന പടമായിരിക്കും. ശാന്തനൊക്കെ പെർഫോമൻസ് വളരെ നല്ല. വില്ലൻ അൽഫോൺസ് പുത്രനും നമ്മുടെ നമ്മുടെ പേര് പെട്ടെന്ന് എനിക്കിട്ടില്ല. എല്ലാവരും നല്ല പെർഫോമൻസാണ്. നന്നായി ചിലപ്പോൾ അതുപോലെ ഷൈനികത്തിൻ്റെ കൂടെയുള്ള ഫ്രണ്ട്സും ശാന്തനും എല്ലാ രണ്ട് ഫ്രണ്ട്സും അവരെല്ലാം കട്ടക്കട്ടയ്ക്ക് തോന്നുന്ന പടം. എല്ലാവരും ഒരു കൂട്ടായ്മയുടെ പടം നന്നായിട്ടുണ്ട്. നല്ല രീതിയിൽ വിജയിക്കുന്ന പ്രതീക്ഷിക്കുന്നു. നമ്മൾ ശരിക്കും രക്ഷിച്ചാണ് ഫാമിലിയായിട്ട് കാണാൻ പറ്റും. ഇതിനെ പറ്റി പറയാത്ത ഇതിൻ്റെ ആദ്യത്തെ സിനിമയാണ്. ആദ്യത്തെ സിനിമയിൽ തന്നെ ലീഡ് റോളായിട്ട് നല്ലൊരു പെർഫോമൻസ് കാഴ്ചവെക്കാനായിട്ട് ജെയ്സന് 100% സാധിച്ചു എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. നിങ്ങൾ എഴുതി വെച്ചു, ഇത് കഴിവുള്ള കലാകാരനാണ്. ഇനിയും ഒരുപാട് നല്ല സിനിമകളിൽ ഇതിനെ കാണാൻ പറ്റും. അപ്പോൾ സിനിമ അതിനുള്ള പ്രേക്ഷകർ പറയുന്നത് ഓക്കെ. ഏറ്റവും കൂടുതൽ മറ്റുള്ള കഥാപാത്രങ്ങളെ കാണിക്കുന്നത് മെന്റൽ സ്ട്രെങ്ത്തും അല്ലെങ്കിൽ എത്രമാത്രം ഒരാൾ പ്ലാൻ ചെയ്ത് ഓരോ കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. അപ്പോൾ ജിമെയിലൂടെ മാത്രമല്ല, അപ്പം പല പല കഥാപാത്രങ്ങളിലൂടെ നമുക്ക് കണ്ടുപോകാറുണ്ട്. അപ്പോൾ അത് ഒരു അങ്ങനെ ഒരു സിനിമയിൽ സ്ത്രീ കഥാപാത്രത്തെ പ്ലാൻ ചെയ്ത് എഴുതി കൊണ്ടുവന്നപ്പോൾ എനിക്ക് ഭയങ്കര എക്സൈറ്റിംഗ് ആയിട്ട് തന്നെയായിരുന്നു എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട കാര്യം. ആ ക്യാരക്ടറിന്റെ ലുക്ക് കാണുമ്പോൾ തന്നെ ഈ ക്യാരക്ടർ ഇങ്ങനെയെന്നുള്ളൊരു രൂപം കിട്ടും നമുക്ക്. ഒരു മാസ് അപ്പിയറൻസ് ചില സമയത്ത് വരുന്നതൊക്കെ. അപ്പോൾ ആ ഒരു മാസ് അപ്പീൽ വരുന്നുണ്ട് ചില സമയത്ത്. ചില സമയത്തൊരു വില്ലനിസും ചില സമയത്തൊരു മാസ് അപ്പിയറൻസ് വരുന്നുണ്ട്. അപ്പോൾ ക്യാരക്ടർ ആ ലുക്ക് ഇങ്ങനെ തന്നെ ഈ രീതിയിലുള്ള ലുക്കും ഈ സ്റ്റൈലും ഷോക്കൊക്കെ വേണമെന്ന് ഓൾറെഡി ഇതുണ്ടൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതോ പറഞ്ഞിട്ടില്ല, പക്ഷേ തീർച്ചയായിട്ടും നമ്മൾ മൾട്ടിപ്പിൾ ലുക്സ് ട്രൈ ചെയ്ത് നോക്കി. അതിൻ്റെ അകത്ത് എല്ലാവർക്കും കൺവിൻസിംഗ് ആയിട്ട് തോന്നിയത് ഇത് തന്നെയാണ്. അപ്പോൾ തീർച്ചയായിട്ടും എന്നാൽ പറ്റുന്ന രീതിയിൽ എന്തൊക്കെ രീതിയിൽ നമുക്ക് അതിനൊരു ക്യാരക്ടറൈസേഷൻ കൊണ്ടുവരാം ആ കഥാപാത്രത്തിന് എന്നുള്ള രീതിയിലുള്ള ശ്രമം ഇത് ആക്ട് ചെയ്യണ പോലെ ചെയ്തു എന്നുള്ളതേ ഉള്ളൂ. ഇത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒരു ടീം വർക്കാണ് ഇത്. നമ്മൾ ഉദ്ദേശിക്കുന്ന രീതിയിൽ ഇപ്പോൾ ഉണ്ണി എഴുതുന്ന ജീമയുടെ രൂപം ഇങ്ങനെയാണ് എന്ന് ഇതിൻ്റെ മേക്കപ്പ് ആൻഡ് കോസ്റ്റ്യൂം ടീം അവർ അതുപോലെ കൺസീവ് ചെയ്യുന്നു. എന്നിട്ട് അതിലേക്ക് വർക്ക് ചെയ്ത് കഥാപാത്രങ്ങളെ നിങ്ങളുടെ മുന്നിൽ